വിശാലമായി കിടക്കുന്ന കാപ്പിത്തോട്ടം. സമയം ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് കാണണം. പതിവ് പോലെ തൻ്റെ ക്ലാസ് കഴിഞ്ഞ് ആ കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടന്നു പോകുകയാണ്. ആ തോട്ടത്തിൻ്റെ താഴെയുള്ള ഗ്രാമത്തിലെ ഒരു കർഷകൻ്റെ മകനായിരുന്നു അവൻ. അവൻ്റെ പേര് തോംസൺ. എല്ലാവർക്കും ഏറ്റവും പ്രിയങ്കരനായിരുന്നു അവൻ. അങ്ങനെ അവൻ അന്നത്തെ ദിവസവും പതിവ് പോലെ തോട്ടത്തിൻ്റെ നടുവിലൂടെ നടന്ന് ഗ്രാമത്തിലേക്ക് മടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവൻ പോലും അറിയാതെ അവനെ പിന്തുടർന്നുകൊണ്ട് വന്ന മരണം അവനെ കാർന്നെടുക്കുന്നത്. അവൻ്റെ പിന്നിലൂടെ വന്ന ആ നരഭോജി അവൻ്റെ മുകളിലേക്ക് ചാടി വീണു. അതിൻ്റെ കൂർത്ത കോമ്പലുകൾ അവൻ്റെ കഴുത്തിലേക്ക് ആഴത്തിലിറക്കി. അവനെ അവിടെ വെച്ച് കൊന്നതിന് ശേഷം ആ വലിയ വനത്തിൻ്റെ ഉള്ളിലേക്ക് അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. മാസങ്ങൾക്ക് മുന്നെയാണ് ഈ കഥ ഇവിടെ ആരംഭിക്കുന്നത്. ഏതോ ഒരു ഗ്രാമത്തിൽ നിന്നും ഇവിടേക്കെത്തിയ ഒരു നായാട്ടുകാരൻ വയനാടൻ വനത്തിലേക്ക് കയറിയിരുന്നു. വനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വെടിയൊച്ചയും നാട്ടുകാർ കേട്ടിരുന്നു. പോയ പോലെ തന്നെ വൈകുന്നേരമായപ്പോഴേക്കും ആ നായാട്ടുകാരൻ മടങ്ങിയെത്തി. എന്നാൽ അയാൾ വെടിവെച്ച ജീവിയെ കൊണ്ടുവരുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. എന്തിനെയാണ് അയാൾ വെടിവെച്ചതെന്ന് അവിടുത്തെ നാട്ടുകാരോട് പറഞ്ഞതുമില്ല. എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും അയാൾ ആ ഗ്രാമം വിട്ടൊഴിഞ്ഞു പോകുകയും ചെയ്തു. അതുവരെയും അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല അയാൾ എന്തിനെയാണ് വെടിവെച്ചതെന്ന്, ഇനിയും വരുവാൻ പോകുന്ന ആപത്ത് എന്തായിരിക്കുമെന്നും. ആഴ്ചകൾക്കപ്പുറമാണ് അയാൾ എന്തിനെയാണ് വെടിവെച്ചത്, അയാൾ എന്തിനാണ് തുടക്കമിട്ടതെന്ന് അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾക്ക് മനസ്സിലായത്. അയാൾ വെടിവെക്കുവാൻ ഉന്നിയത് ഒരു കടുവയായിരുന്നു. അയാളുടെ ഉന്നം പിഴച്ചുകൊണ്ട് ആ കടുവയുടെ ഒരു സൈഡിലായിരുന്നു തിരകൾ തറച്ചു കയറിയിരുന്നത്. ഷോട്ട് ഗണ്ണിലെ തിരകൾ. അത് തറച്ചു കയറിയതും ആ കടുവ വേദനയാൽ പുളഞ്ഞുകൊണ്ട് വനത്തിൻ്റെ ഉള്ളിലേക്ക് ഓടിമറഞ്ഞു. ആ വേട്ടക്കാരന് പുറകെ പോകുവാൻ ഭയമായിരുന്നു. കാരണം മുറിവേറ്റ കടുവയാണ്. മുറിവേറ്റ കടുവയുടെ ശൗര്യം അവർ കരുതുന്നതിലും അപ്പുറമായിരിക്കും. അങ്ങനെ ആഴ്ചകൾക്ക് ശേഷം ഗ്രാമത്തിൻ്റെ സമീപത്ത് കന്നുകാലികളെ മേയിച്ചുകൊണ്ട് നിന്ന ഒരു ഇടയനെ ആയിരുന്നു ആ കടുവ ആക്രമിച്ചത്. ആദ്യമെല്ലാം അവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ കരുതിയിരുന്നത് ഇത് വെറും ഒരു ആക്രമണമാണ്, അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആണ് എന്ന നിലയിലാണ്. അപ്പോഴും അവർക്ക് ഇതിന് പിന്നിൽ ഒരു നരഭോജി ആയിരിക്കുമെന്ന് വിശ്വസിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ കൂടി ആ നരഭോജി ഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടുത്തെ ആളുകൾ കൃത്യമായി തന്നെ ആ നരഭോജിയെ കണ്ടു. എന്നാൽ അവനെന്ന് ആരെയും കൊല്ലുവാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് തോംസണെ ആ കടുവ പിടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് നമ്മുടെ കഥാനായകൻ ഈ കഥയിലേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. ഇരുട്ടിൽ കട്ട പിടിച്ചു കിടക്കുന്ന ആ വയനാടൻ വന്യതയുടെ നെഞ്ചിലേക്ക് തോക്കിൽ വിരലമർത്തി വെച്ച് അയാൾ നടന്നു കയറി. മലബാറിലെ കാടുകളിൽ ചോര മരവിക്കുന്ന എത്രയോ നായാട്ടുകൾ കണ്ട് പഴകിയ ആളാണ് അദ്ദേഹം. 60കളിലെ ആ കറുത്ത ആകാശത്തിന് കീഴെ കാപ്പിത്തോട്ടങ്ങളുടെ അതിർത്തി കടന്ന് വൻമരങ്ങൾ ആകാശത്തേക്ക് കൈനീട്ടി നിൽക്കുന്ന ആ നിബിഡ വനത്തിൻ്റെ ഉള്ളിലേക്ക് അയാൾ പതിയെ പതിയെ ചുവടുകൾ ഉറപ്പിച്ചു വെച്ച് നടന്നു കയറി. ആ നടന്നു കയറിയ മനുഷ്യൻ്റെ പേരാണ് PM വർക്കി. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് PM വർക്കിയുടെ ഒരു വേട്ടക്കഥയാണ്. നമ്മുടെ ചാനലിൽ ഇതിനു മുന്നേയും അദ്ദേഹത്തിൻ്റെ പല കഥകളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കുന്നതെങ്കിൽ അദ്ദേഹം ആരാണെന്ന് അറിയുവാൻ വേണ്ടി നമ്മൾ മുന്നേ ചെയ്ത അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ പോയി ഒന്ന് കാണുക. പ്ലേലിസ്റ്റ് മുകളിൽ ഐക്കണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുവാൻ മറന്നു പോകല്ലേ. ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് ചെയ്യുവാനും മറക്കല്ലേ. ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. PM വർക്കിയുടെ അതിഗംഭീരമായ ഒരു വേട്ടയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ. അദ്ദേഹം പതിയെ വനത്തിലേക്ക് പ്രവേശിച്ചു. കാറ്റിന് ഒരു പ്രത്യേക മണമുണ്ടായിരുന്നു. പച്ചിലകൾ ചീയുന്നതിൻ്റെയും ഈർപ്പം തങ്ങി നിൽക്കുന്ന മണ്ണിൻ്റെയും എവിടെയോ ഏതോ ജീവി പുലിഞ്ഞു പോയതിൻ്റെയും ഒരു വന്യമായ ഗന്ധം അവിടുത്തെ വായുവിൽ അലിഞ്ഞു ചേർന്നിരുന്നു. പകലിലെ ചൂടൊക്കെ മാറിത്തുടങ്ങി. വായുവിനിപ്പോൾ നല്ല തണുപ്പായിരുന്നു.
പക്ഷേ വർക്കിയുടെ നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ പതുക്കെ ഒലിച്ചിറങ്ങി താടി രോമങ്ങളിലേക്ക് വന്ന് തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ചുറ്റും ഘോരമായ ഇരുട്ടാണ്. എങ്കിലും ടോർച്ചിൻ്റെ ഒരു കുഞ്ഞു പ്രകാശം പോലും അവിടേക്ക്, അതായത് ആ വന്യമായ പാതയിലേക്ക് വന്നു പതിച്ചാൽ അത് ശത്രുവിൻ്റെ കണ്ണിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടും. വർക്കി, സൂക്ഷിക്കണം. ഇത് പഴയ പോലെ ഒരു സാധാരണ മൃഗമല്ല. മനുഷ്യൻ്റെ ചോര രുചിച്ചതാണിവൻ. അവന് ഭയമില്ല. അതുകൊണ്ട് നീ വയ്ക്കുന്ന ഓരോ ചുവടും സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് വേണം വയ്ക്കുവാൻ. തന്നെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം വർക്കിയുടെ കാതുകളിലേക്ക് വന്ന് പതിയെ മുഴങ്ങി. വർക്കി തൻ്റെ കൈവശം കരുതിയിരുന്ന ഡബിൾ ബാരൽ ഷോട്ട് ഗണ്ണിൻ്റെ തടിയുടെ പിടിത്തത്തിലേക്ക് കൈ ഒന്നുകൂടി മുറുക്കി. വിരലുകൾ തോക്കിൻ്റെ ആ തണുത്ത കാഞ്ചിയിൽ പതുക്കെ തൊട്ടൊരുമി നിന്നു. അങ്ങനെ വീണ്ടും അദ്ദേഹം പതിയെ മുന്നിലേക്ക് നടന്നു തുടങ്ങി. ചുറ്റുമുള്ള കാട് പെട്ടെന്ന് നിശബ്ദമായതുപോലെ അദ്ദേഹത്തിന് തോന്നി. ഒരു ചീവീടിൻ്റെ ശബ്ദം പോലും ഇപ്പോൾ അദ്ദേഹത്തിന് കേൾക്കുവാൻ കഴിയുന്നില്ല. ആ ഒരൊറ്റ നിശബ്ദത മതി കാട്ടിൽ എന്തോ സംഭവിക്കുവാൻ പോകുകയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ. വർക്കി തൻ്റെ ശ്വാസം അടക്കി പിടിച്ചു. ഓരോ സെക്കൻഡും ഓരോ യുഗം പോലെയാണ് അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയത്. വർക്കി വീണ്ടും അവിടെ നിന്ന് മുന്നിലേക്ക് നടന്നു നീങ്ങി. അദ്ദേഹം ഓരോ ചുവടും മുന്നിലേക്ക് വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടിയിൽ ഉണങ്ങിയ ഇലകളോ ചുള്ളിക്കമ്പുകളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അയാൾ ഓരോ ചുവടും ശക്തമായി മുന്നിലേക്ക് വയ്ക്കുന്നത്. അങ്ങനെ അദ്ദേഹം പതിയെ മുന്നിലേക്ക് നടന്നു നീങ്ങുന്നതിനിടയിൽ വളരെ നേർത്ത ഒരു ശബ്ദം അത് വർക്കി കേട്ടു. വർക്കിയുടെ കാലിനടിയിൽ നിന്നുമല്ല ആ ശബ്ദം ഉയർന്നു കേട്ടത്. അയാൾക്ക് തൊട്ടു മുന്നിൽ ഏതാണ്ട് 20 വാരം മാത്രം അകലെയുള്ള ആ വലിയ വനത്തിൻ്റെ കറുത്ത മറവിൽ നിന്നുമാണ് ഇപ്പോൾ ആ ശബ്ദം ഉയർന്നു കേട്ടത്. ഏതോ ഒരു ചുള്ളിക്കമ്പ് ഒടിയുന്ന ശബ്ദമായിരുന്നു അത്. വർക്കിയുടെ നെഞ്ചിടിപ്പ് പെട്ടെന്ന് വർദ്ധിച്ചു. ചോര തലച്ചോറിലേക്ക് ഇരച്ചു കയറുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ അവിടെ തന്നെ ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാതെ അനങ്ങാതെ നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇരുട്ടിനോട് ഓരോ സമയവും പൊരുതിക്കൊണ്ടിരുന്നു. ആ വന്യതയിലേക്ക് കൂർപ്പിച്ച് സൂക്ഷ്മമായി അയാൾ നോക്കി. അപ്പോൾ മാത്രമാണ് ആ കാഴ്ച അയാൾക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇരുട്ടിൻ്റെ ആ കട്ടപ്പാളികൾക്കിടയിലൂടെ ആ 2 നേർത്ത ആകാശഗോളങ്ങൾ പതുക്കെ തിളങ്ങുന്നു. ആ തിളങ്ങുന്ന മഞ്ഞ കണ്ണുകൾ നരഭോജിയായ ഒരു കടുവയുടെ തന്നെയാണെന്ന് വർക്കി അപ്പോൾ തിരിച്ചറിഞ്ഞു. ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കുവാനുള്ള ധൈര്യം അപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ആ ജീവിയുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ചൂട് ഈ തണുത്ത കാറ്റിലൂടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വന്ന് അടിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം തൻ്റെ തോക്കിൻ്റെ ബാരൽ പതുക്കെ ഉയർത്തി. അതുയർത്തുമ്പോൾ ഒരു ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഈ വനം തനിക്കൊരവസരം മാത്രമേ തരികയുള്ളൂ. ആ ഒരവസരത്തിൽ അവനെ വീഴ്ത്തണം. ആ തിളങ്ങുന്ന മഞ്ഞക്കണ്ണുകൾ ഇരുട്ടിലൊട്ടും ചലനമില്ലാതെ വർക്കിയെ തന്നെ രൂക്ഷമായി നോക്കി നിന്നു. വായുവിൽ തങ്ങി നിൽക്കുന്ന ആ വന്യമൃഗത്തിൻ്റെ രൂക്ഷമായ ഒരുതരം ഗന്ധമുണ്ടല്ലോ, അത് വർക്കിയുടെ നാസികളിലേക്ക് ഇരച്ച് കയറിക്കൊണ്ടിരുന്നു. കാട്ടുമൃഗങ്ങളുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു പ്രത്യേകതരം മൂത്രത്തിൻ്റെയും കാട്ടുചെളിയുടെയും ചോരയുടെയും കലർന്ന ഒരു മണമായിരുന്നു അത്. ആ ഗന്ധം അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഉറപ്പിച്ചു, താൻ തേടി വന്ന ആ നരഭോജി ഇവൻ തന്നെയാണെന്ന്. അദ്ദേഹത്തിൻ്റെ മനസ്സിലിരുന്ന് അദ്ദേഹത്തോട് ആരും മന്ത്രിച്ചു, വർക്കി, നീ സൂക്ഷിക്കണം. 1 ഇഞ്ച് നിനക്ക് പാളിയാൽ നീ തീർന്നു. നിന്റെ നെഞ്ചും കൂടെ അവൻ നഖങ്ങൾ കൊണ്ട് കീറി മുറിക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സ് മരവിച്ചു. ശരീരത്തിലെ പേശികളെല്ലാം വലിഞ്ഞു മുറുകി. വലത് കൈയിലെ ചൂണ്ടുവിരൽ തോക്കിൻ്റെ ആദ്യത്തെ കാഞ്ചിയിന്മേൽ അയാൾ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു. എങ്കിലും അദ്ദേഹത്തിന് ഒന്നുകൂടി ചിന്തിക്കേണ്ടി വന്നു. ആ കടുവ ഇപ്പോൾ ചാടാൻ ആഞ്ഞു നിൽക്കുകയാണോ, അതോ വെറുതെ എന്നെ നിരീക്ഷിക്കുന്നത് മാത്രമേ ഉള്ളൂ? ഇരുട്ടിൻ്റെ ആ കറുത്ത പശ്ചാത്തലത്തിൽ അതിൻ്റെ ശരീരം കൃത്യമായി അദ്ദേഹത്തിന് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കണ്ണുകൾ പരമാവധി വട്ടം പിടിച്ചുകൊണ്ട് അയാൾ ഒന്നുകൂടി കണ്ണ് വികസിപ്പിച്ച് ആ ഇരുട്ടിലേക്ക് നോക്കി. കടുവയുടെ ചലനങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കുവാൻ വേണ്ടിയായിരുന്നു ആ നോട്ടം. കടുവ അതിൻ്റെ മുൻകാലുകൾ രണ്ടും നിലത്ത് ഉറപ്പിച്ച് പിൻകാലുകൾ മണ്ണിലേക്ക് പൂഴ്ത്തി കുതിച്ച് ചാടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ വാലിൻ്റെ അറ്റം
നിലത്ത് കിടന്ന് പതുക്കെ വശങ്ങളിലേക്ക് ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേട്ടയാടാൻ ഇറങ്ങുന്ന ഒരു വന്യമൃഗത്തിൻ്റെ ശരീരഭാഷയായിരുന്നു അത്. കാറ്റിൻ്റെ ദിശ പെട്ടെന്ന് മാറി വീശി. കാറ്റിപ്പോൾ അടിക്കുന്നത് വർക്കിയുടെ പിന്നിൽ നിന്നും മുന്നിലേക്കാണ്. അതായത് വർക്കിയുടെ ശരീരത്തിൻ്റെ ആ ഗന്ധമുണ്ടല്ലോ, കാറ്റിലൂടെ നേരെ ചെന്ന് നിൽക്കുന്നത് ആ കടുവയുടെ മൂക്കിലേക്കാണ്. ഇതുകൂടി വന്നതോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന കടുവയ്ക്ക് ശരീരത്തിൽ ഒരു ചെറിയ വിറയലുണ്ടായി. അത് പതുക്കെ അതിൻ്റെ തല ഒന്ന് താഴ്ത്തി തൊണ്ടയ്ക്കുള്ളിൽ നിന്നും ഒരു നേർത്ത വിറയൽ ശബ്ദം പുറപ്പെടുവിച്ചു. ആ ശബ്ദം വളരെ താഴ്ന്നതായിരുന്നുവെങ്കിലും വർക്കിയുടെ ഉള്ളംകാലിൽ നിന്നും ഒരു തണുപ്പ് തൻ്റെ നെഞ്ചിലേക്ക് കയറി വന്നു. തൂക്കിൻ്റെ ബാരൽ നിശബ്ദമായി അദ്ദേഹം ഉയർത്തി. ഈ ഇരട്ടക്കുഴൽ തൂക്ക് എത്രയോ തവണ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചതാണ്. ഇതിൻ്റെ 12 ബോർ ബക്കറ്റ് ഷോട്ട് ബുള്ളറ്റുകൾക്ക് ഏതൊരു വന്യമൃഗത്തിൻ്റെയും തലയോട് തകർക്കുവാനുള്ള ശേഷിയുണ്ട്. പക്ഷേ അതിന് വെടിയുണ്ട കൃത്യമായി നെറ്റിത്തടത്തിൽ തന്നെ തറച്ചു കയറണം. ഇരുട്ടിൽ ടോർച്ചിൻ്റെ വെളിച്ചം അടിക്കുന്ന ആ ഒരു സെക്കൻഡിനുള്ളിൽ ലക്ഷ്യം ഭേദിക്കണം. രണ്ടാമതൊരവസരം ഈ കാട് തനിക്ക് നൽകില്ല എന്ന് വർക്കിക്ക് ഉറപ്പായിരുന്നു. അയാൾ തൻ്റെ ഇടത് കൈവിരലുകൾ തൂക്കിൻ്റെ വശത്ത് ഘടിപ്പിച്ചിരുന്ന ആ വലിയ ടോർച്ചിൻ്റെ സ്വിച്ചിന് മുകളിലേക്ക് പതുക്കെ മാറ്റി. വിരലിൻ്റെ അഗ്രം ആ തണുത്ത മെറ്റൽ സ്വിച്ചിൽ മുട്ടി നിന്നു. സ്വിച്ച് അമർത്തുന്ന നിമിഷം തൻ്റെ വിരലുകൾ കാഞ്ചിയിലേക്ക് വലിഞ്ഞ് വെടിപൊട്ടണം. അത്രയും വേഗത വേണം തനിക്ക്. കണക്കൂട്ടലുകളെല്ലാം മനസ്സിൽ കരുതിക്കൂട്ടി തന്നെയാണ് വർക്കി തൻ്റെ തോക്ക് അതിന് നേരെ ഇപ്പോൾ ചൂണ്ടിയിരിക്കുന്നത്. കടുവ തൻ്റെ വലിയ കാലുകൾ പതുക്കെ മുന്നോട്ട് വെച്ച് വർക്കിക്ക് നേരെ ഒരു ചുവടുകൂടി മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ അവനും വർക്കിയും തമ്മിലുള്ള അകലം വെറും 15 വാരം മാത്രമായി. അതിൻ്റെ ശരീരത്തിൻ്റെ ഭാരം കാരണം നിലത്ത് കിടന്ന ഉണങ്ങിയ ഇലകൾ പതുക്കെ പൊട്ടുന്ന ശബ്ദം ഈ നിശബ്ദമായ രാത്രിയിൽ വർക്കി കൃത്യമായി കേട്ടു. അവൻ ഇപ്പോൾ ചാടാൻ പോകുകയാണ്. കടുവയുടെ പിൻകാലുകൾ മണ്ണിൽ നിന്നും അല്പം ഉയർന്നു. വായുവിലാകെ ഇപ്പോൾ അനുഭവിക്കുന്നത് ഒരു മരവിപ്പായിരുന്നു. വർക്കി തൻ്റെ തള്ളവിരൽ കൊണ്ട് തോക്കിൻ്റെ സേഫ്റ്റി ക്യാച്ച് മുന്നോട്ട് തള്ളി. അതോടെ വളരെ നേർത്തതെങ്കിലും ഒരു ലോഹ ശബ്ദം ആ ഇരുട്ടിൽ പതുക്കെ മുഴങ്ങി. ആ ചെറിയ ശബ്ദം കേട്ട പാടെ കടുവയുടെ ആ തിളങ്ങുന്ന 2 മഞ്ഞ കണ്ണുകളുണ്ടല്ലോ, അത് പെട്ടെന്ന് വശങ്ങളിലേക്ക് ഒന്ന് വലിഞ്ഞു. അതായത് ആ കടുവ ഇപ്പോൾ ലക്ഷ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്ത മില്ലി സെക്കൻഡിൽ ആ കറുത്ത നിഴൽ വായുവിലേക്ക് ഉയരുവാനാഞ്ഞു. ആ ഒരു മില്ലി സെക്കൻഡിൽ തന്നെ വർക്കിയുടെ വിരൽ ടോർച്ചിൻ്റെ സ്വിച്ചിലേക്ക് ആഞ്ഞു പതിച്ചു. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് 5 സെല്ലിൻ്റെ ആ വലിയ ടോർച്ചിൽ നിന്നും ശക്തമായ വെളിച്ചം കാടിൻ്റെ ആ കോണിലേക്ക് അടിച്ചു കയറി. വെളിച്ചത്തിൻ്റെ ആ പ്രകാശവലയം കൃത്യമായി വന്നു വീണത് ആ നരഭോജിയുടെ മുഖത്തേക്കായിരുന്നു. പെട്ടെന്നുണ്ടായ പ്രകാശത്തിൻ്റെ ആഘാതത്തിൽ കടുവയുടെ കണ്ണുകൾ 2 ചുവന്ന തീഗോളം പോലെ അവിടെ വെട്ടിത്തിളങ്ങി. വായുവിലേക്ക് കുതിച്ചുയരാനാഞ്ഞ അതിൻ്റെ ശരീരം ആ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ ഒരു നിമിഷം മരവിച്ച് നിന്നുപോയി. കാതുകളെ കീറി മുറിച്ചുകൊണ്ട് അത് വന്യമായി ഒന്ന് ഗർജിച്ചു. ആ അലർച്ചയുടെ ആഘാതത്തിൽ കാപ്പിത്തോട്ടത്തിൻ്റെ അതിർത്തിയിലെ മരങ്ങൾ പോലും വിറച്ചതുപോലെ വർക്കിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ കടുവയുടെ ഭീകരമായ രൂപം വർക്കി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. അതിൻ്റെ മുഖത്തിൻ്റെ വലതുവശം മുഴുവൻ പഴയ ഏതോ നായാട്ടുകാരൻ്റെ വെടിയേറ്റ് പഴുത്തുണങ്ങിയ കറുത്ത പാടുകളായിരുന്നു. ഒരുപക്ഷെ ആ മുറിവായിരിക്കാം അതിനെ മനുഷ്യൻ്റെ ചോര തേടാൻ പ്രേരിപ്പിച്ചത്. വർക്കിയുടെ മനസ്സിലിരുന്ന് ആരോ മന്ത്രിച്ചു, "ഇതാണ് സമയം വർക്കി, വലിക്കടാ." വർക്കിയുടെ ഉള്ളിലെ വേട്ടക്കാരൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയായിരുന്നു അത്. ടോർച്ചിൻ്റെ വെളിച്ചം വീണ ആ ഒരൊറ്റ സെക്കൻഡിൻ്റെ 14 ഭാഗത്തിനുള്ളിൽ വർക്കിയുടെ വലത് കൈയിലെ ചൂണ്ടുവിരൽ തോക്കിൻ്റെ ആദ്യത്തെ കാഞ്ചിയിലേക്ക് വലിഞ്ഞു മുറുകി. കാടിൻ്റെ വന്യതയെ മുഴുവൻ നടുക്കിക്കൊണ്ട് ഇരട്ടക്കുഴൽ തോക്കിൻ്റെ ആദ്യത്തെ ബാറിൽ നിന്നും വെടിയൊച്ച മുഴങ്ങി. തോക്കിൻ്റെ അഗ്രഭാഗത്തു നിന്നും നീലയും ചുവപ്പും കലർന്ന തീപ്പൊരി വായുവിലേക്ക് തെറിച്ചു. കറുത്ത പുകപടലങ്ങൾ വെളിച്ചത്തിന് മുന്നിൽ ഒരു ഭിത്തി പോലെ ഉയർന്നു വന്നു. ആ വെടിയൊച്ചയുടെ കഠിനമായ മുഴക്കം കാരണം വർക്കിയുടെ കാതുകൾ ഒരു നിമിഷം അടഞ്ഞുപോയി. തോക്കിൻ്റെ അതിശക്തമായ റീകോയിൽ
അയാളുടെ വലത് തോളിനെ പിന്നോട്ട് ആഞ്ഞടിച്ചു. എന്നാൽ പുകപടലങ്ങൾക്കിടയിലൂടെ വർക്കി കണ്ട കാഴ്ച അയാളുടെ ചോര മരവിപ്പിക്കുവാൻ പോകുന്ന ഒന്നായിരുന്നു. വെടിയേറ്റ ആ കടുവ ഇതുവരെയും താഴെ വീണിട്ടില്ല. 12 ബോറിൻ്റെ LG ബുള്ളറ്റുകളുടെ ആഘാതമേറ്റിട്ടും അത് ചോരയൊലിപ്പിക്കുന്ന മുഖവുമായി വായുവിൽ വെച്ച് തന്നെ ശരീരം വക്രീകരിച്ച് വർക്കിയുടെ നേരെ കുതിച്ചു വരികയായിരുന്നു. വെടിയുണ്ട അതിൻ്റെ തലയോട്ടി തകർത്തില്ല, മറിച്ച് ചെവിയുടെ വശങ്ങളിലാണ് തറച്ചു കയറിയത്. അതിൻ്റെ കൂർത്ത നഖങ്ങൾ വർക്കിയുടെ മുഖത്തിന് തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. കടുവയുടെ വായ്ക്കുള്ളിലെ ദുർഗന്ധം വമിക്കുന്ന ഉമിനീരുകൾ വർക്കിയുടെ കവിളിലേക്ക് തെറിച്ചു വീണു. മരണത്തിൻ്റെ ആ തണുത്ത കൈകൾ തൻ്റെ കഴുത്തിന് നേരെ നീളുന്നത് അയാൾ അറിഞ്ഞു. തീർന്നു എന്ന ചിന്ത വർക്കിയുടെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വന്നു. വർക്കിയുടെ മനസ്സ് തൻ്റെ കുടുംബത്തിൻ്റെ മുഖം ഒരു മിന്നൽ പോലെ കടന്നുപോയി. പക്ഷേ വർഷങ്ങളുടെ നായാട്ട് പരിചയമുള്ള അയാളുടെ കൈകൾ തളർന്നില്ല. ശരീരം പിന്നോട്ടായുമ്പോൾ തന്നെ മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അയാളുടെ വിരലുകൾ തോക്കിൻ്റെ രണ്ടാമത്തെ കാഞ്ചിയിലേക്ക് നീങ്ങി. അദ്ദേഹം രണ്ടാമത്തെ കാഞ്ചിയിലേക്ക് വിരലമർത്തുമ്പോൾ വർക്കിയുടെ കാതിൽ സ്വന്തം ഹൃദയമിടിപ്പ് ഭയങ്കരമായി മുഴങ്ങി കേൾക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നു. വായുവിൽ ഉയർന്നു ചാടിയ നരഭോജിയുടെ ഭാരമേറിയ ശരീരം വർക്കിയുടെ മേലെ പതിക്കാൻ ഇനി വെറും ഇഞ്ചുകളുടെ ദൂരം മാത്രം. കടുവയുടെ മുൻകാലുകൾ രണ്ടും വായുവിൽ വിടർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ അഗ്രത്തുള്ള മൂർച്ചേറിയ നഖങ്ങൾ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ വെള്ളിക്കമ്പികൾ പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ തമ്പുരാനെ! വർക്കിയുടെ ചുണ്ടുകൾ പതുക്കെ മന്ത്രിച്ചു. ആ ഒരൊറ്റ നിമിഷത്തിൽ അയാളുടെ വിരലുകൾ രണ്ടാമത്തെ ട്രിഗറിൽ പരമാവധി ശക്തിയോടെ പിന്നിലേക്ക് വലിച്ചു. ആദ്യത്തേതിനേക്കാൾ ഭയാനകമായ ശബ്ദത്തോടെ രണ്ടാമത്തെ ബാരൽ പൊട്ടിത്തെറിച്ചു. വെടിയുണ്ടകൾ പുറത്തേക്ക് പായുമ്പോൾ ആ കടുത്ത ചൂടും ഗൺ പൗഡറിൻ്റെ കരിമണവും വർക്കിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. രണ്ടാമത്തെ വെടിയുടെ ആഘാതത്തിൽ തോക്ക് തോളിൽ നിന്നും തെറിച്ചു പോകാതിരിക്കുവാൻ വർക്കി തൻ്റെ സർവ്വശക്തിയും സംഭരിച്ച് ഇടത് കൈകൊണ്ട് ബാരൽ താഴേക്ക് അമർത്തി പിടിച്ചിരിക്കുകയായിരുന്നു. ഈ വെട്ടം ലക്ഷ്യം പിഴച്ചില്ല. രണ്ടാമത്തെ ബാറിൽ നിന്നുമുള്ള 9 വലിപ്പമേറിയ LG ബുള്ളറ്റുകൾ കൃത്യമായി ചെന്ന് തറച്ചത് വായുവിൽ ഉയർന്നു ചാടിയ കടുവയുടെ വായ്ക്കുള്ളിലും നെഞ്ചിലേക്കുമായിരുന്നു. ചോരയും മാംസകഷ്ണങ്ങളും തെറിച്ചുകൊണ്ട് ആ വന്യമൃഗം വായുവിൽ വെച്ച് തന്നെ പിന്നോട്ട് മറിഞ്ഞു. വർക്കിയുടെ ശരീരത്തിന് തൊട്ടു പിന്നിൽ വെറും 2 അടി മാത്രം അകലെ ആ ഭാരമേറിയ ശരീരം വന്നു പതിച്ചു. നിലത്തു വീണ പാടെ അത് മണ്ണും ഉണങ്ങിയ ഇലകളും വശങ്ങളിലേക്ക് തെറിപ്പിച്ചുകൊണ്ട് ഭയങ്കരമായി വേദന കൊണ്ട് പിടയുവാൻ തുടങ്ങി. അതിൻ്റെ വാല് നിലത്ത് അതിശക്തമായി വന്ന് അടിക്കുന്ന ശബ്ദം കേൾക്കാൻ കഴിയുമായിരുന്നു. വെടിയേറ്റ പാടെ വർക്കി പതുക്കെ 3-4 ചുവടുകൾ പിന്നോട്ട് വെച്ചു. അയാളുടെ കൈ വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതിനു പുറമേ അദ്ദേഹം നല്ല പോലെ വേർക്കുന്നുമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ നിന്നും വേർപ്പ് തുള്ളികൾ അവിടുത്തെ തോട്ടത്തിലെ ചെളിയിലേക്ക് വന്നു വീഴുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്കും വേർപ്പ് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്ക് ഒരു തടസ്സം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കാട്ടിലെ നിയമം അനുസരിച്ച് വെടിയേറ്റ മൃഗത്തിൻ്റെ അടുത്തേക്ക് തോക്കിൽ ഉണ്ട നിറയ്ക്കാതെ ഒരിക്കലും ചെല്ലരുത്. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് വർക്കി തോക്കിൻ്റെ ലിവർ സൈഡിലേക്ക് നീക്കി. അത് ബ്ലോക്ക് ചെയ്തു. ചൂട് പറക്കുന്ന കരി പിടിച്ച 2 ശൂന്യമായ കാട്രിഡ്ജുകൾ ടിക് ടിക് എന്ന ശബ്ദത്തോടെ തോക്കിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു വീണു. അതിൽ നിന്നും ഒരുതരം നീലപ്പുക വായുവിലേക്ക് ഉയരുന്നുണ്ടായിരുന്നു. വർക്കി അതിവേഗം തൻ്റെ അരപ്പട്ടയിൽ സൂക്ഷിച്ചിരുന്ന 2 പുത്തൻ 12 ബോറിൻ്റെ ഉണ്ടകൾ തപ്പിയെടുത്തു. പക്ഷേ വിറയ്ക്കുന്നത് കാരണം ഉണ്ടകൾ തോക്കിൻ്റെ കുഴിയിലേക്ക് കയറ്റുവാൻ അയാൾക്ക് പെടാപ്പാട് പെടേണ്ടി വന്നു. അപ്പോൾ അയാൾക്ക് മുന്നിൽ ആ ഇരുട്ടിൽ നരഭോജി വന്യമായ ശബ്ദത്തോടെ ശ്വാസമെടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മണ്ണിൽ കിടന്ന് അത് വേദന കൊണ്ട് ഉരുണ്ടു പുളഞ്ഞു. ആ തണുത്ത 12 ബോർ ഉണ്ടകൾ വിറയ്ക്കുന്ന വിരലുകൾക്കിടയിൽ നിന്നും ഒന്ന് വഴുതിയെങ്കിലും വർക്കി തൻ്റെ സർവ്വശക്തിയും സംഭരിച്ച് അവ തോക്കിൻ്റെ ഇരട്ടക്കുഴിനുള്ളിലേക്ക് തള്ളിക്കയറ്റി. ടക്ക് എന്ന കനത്ത ശബ്ദത്തോടെ തോക്ക് അയാൾ ലോക്ക് ചെയ്തു. മണ്ണിൽ കിടന്നു പിടയുന്ന ആ വന്യമൃഗത്തിൻ്റെ തൊണ്ടയിൽ നിന്നും ഇപ്പോൾ വരുന്നത് ഒരു സാധാരണ അലർച്ചയല്ല. ശ്വാസകോശത്തിൽ ചോര കെട്ടിക്കിടക്കുമ്പോൾ പുറപ്പെടുന്ന ദയനീയവും എന്നാൽ ഭയപ്പെടുത്തുന്നതുമായ ഒരുതരം വിലാപമായിരുന്നു അത്. അതിൻ്റെ മുൻകാലുകൾ രണ്ടും വായുവിൽ വെറുതെ ചലിച്ചുകൊണ്ട്
അതും മണ്ണിലേക്ക് നഖങ്ങൾ ആഴ്ത്തുവാൻ ശ്രമിച്ചു. ഓരോ തവണ പിടയുമ്പോഴും ചുറ്റുമുള്ള ഉണങ്ങിയ കാപ്പിയുടെ ഇലകളും കല്ലുകളും വശങ്ങളിലേക്ക് തെറിച്ചു വീണുകൊണ്ടിരുന്നു. വർക്കി ഒരു ചുവട് മുന്നിലേക്ക് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വേട്ടക്കാരൻ വീണ്ടും ഉണർന്നു. വർക്കി, അടുക്കരുത്. ജീവൻ പൂർണ്ണമായും ആ കടുവയ്ക്ക് നഷ്ടമായിട്ടില്ല. മുന്നറിയിപ്പ് നൽകി. വെടിയേറ്റ നരഭോജിയായ കടുവയ്ക്ക് അവസാന ശ്വാസത്തിൽ പോലും ഒരു മനുഷ്യനെ കീറിമുറിക്കുവാനുള്ള കരുത്തുണ്ട്. വർക്കി തോക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ടോർച്ചിൻ്റെ വെളിച്ചം കൃത്യമായി കടുവയുടെ തലയിലേക്ക് തന്നെ തിരിച്ചു നിർത്തി. ചോര ഒലിച്ചിറങ്ങുന്ന അതിൻ്റെ മുഖം ആ വെളിച്ചത്തിൽ കൂടുതൽ ഭീകരമായി തോന്നി. അതിൻ്റെ ഒരു കണ്ണ് പൂർണ്ണമായും തകർന്നു പോയിരുന്നു. വായുടെ കോണിൽ നിന്നും കറുത്ത ചോര കുമളകളായി പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. വന്യതയുടെ അഹങ്കാരം പറ്റിയ കണ്ണുകൾ കൊണ്ട് അത് ഇപ്പോഴും വർക്കിയെ തന്നെ നോക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. ആ നോട്ടത്തിൽ ഭയമല്ല, ഒരു വന്യമായ മൃഗത്തിൻ്റെ അടങ്ങാത്ത പകയായിരുന്നു ഉണ്ടായിരുന്നത്. സമയം പതുക്കെ കടന്നുപോയി. ഏതാണ്ട് 5 മിനിറ്റോളം നീണ്ട ആ കഠിനമായ പിടച്ചിലിനൊടുവിൽ ആ വലിയ ശരീരം പതുക്കെ നിശ്ചലമാകുവാൻ തുടങ്ങി. വായുവിൽ ഉയർന്നു നിന്ന അതിൻ്റെ മുൻകാലുകൾ പതുക്കെ മണ്ണിലേക്ക് പതിച്ചു. വാലറ്റത്തിൻ്റെ ചലനവും നിന്നു. കാടിനെ വിഴുങ്ങിക്കൊണ്ടിരുന്ന ആ ഭീകരമായ ശ്വാസമെടുപ്പിൻ്റെ ശബ്ദം പൂർണ്ണമായും ഇപ്പോൾ നിലച്ചിരിക്കുന്നു. വയനാടൻ കാടിൻ്റെ ആ കോണിലേക്ക് വീണ്ടും ആ പഴയ കനത്ത നിശബ്ദത പടർന്നു പിടിക്കുവാൻ തുടങ്ങി. വർക്കി പതുക്കി ഒരു നീണ്ട ശ്വാസം പുറത്തേക്ക് വിട്ടു. അയാളുടെ നെഞ്ചെടുപ്പ് ഇപ്പോഴും സാധാരണ നിലയിലായിരുന്നില്ല. തോക്കിൻ്റെ കാഞ്ചിൽ നിന്നും വിരൽ മാറ്റാതെ തന്നെ അയാൾ പതുക്കെ ഓരോ അടി മുന്നോട്ട് വെച്ചു. നിലത്ത് കിടന്നിരുന്ന ഒരു ചെറിയ കമ്പെടുത്ത് അയാൾ അവിടെ കിടന്നിരുന്ന കടുവയുടെ ശരീരത്തിലേക്ക് എറിഞ്ഞു നോക്കി. യാതൊരു അനക്കവുമില്ല. തീർന്നു. വർക്കി പതുക്കെ മന്ത്രിച്ചു. അപ്പോഴാണ് ദൂരെ തോട്ടത്തിൻ്റെ താഴെയുള്ള കുടിലുകളിൽ നിന്നും ആളുകളുടെ ബഹളവും ടോർച്ചിൻ്റെ വെളിച്ചങ്ങളും അങ്ങുമിങ്ങും ചലിക്കുന്നത് വർക്കിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 2 വെടിയൊച്ചകൾ തുടർച്ചയായി കേട്ടതോടെ അവിടുത്തെ നാട്ടുകാർക്ക് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലായി. അവർ കയ്യിൽ കിട്ടിയ ചൂട്ടുവിളക്കുകളും എല്ലാം കത്തിച്ചെടുത്തുകൊണ്ട് ഉച്ചത്തിൽ കൂകി വിളിച്ചുകൊണ്ട് ഇവിടേക്ക് നടന്നു വരികയാണ്. പക്ഷേ ആ കൂക്കുവിളികൾക്കിടയിലും വർക്കിയുടെ ശ്രദ്ധ ഒരിഞ്ച് പോലും മാറിയിട്ടില്ല. ടോർച്ചിൻ്റെ വെളിച്ചം കടുവയുടെ ശരീരത്തിൽ നിന്നും പതുക്കെ മാറ്റി. തൊട്ടടുത്ത് കിടന്നിരുന്ന തോംസന്റെ ശരീരത്തിന് മേലേക്ക് വർക്കി തിരിച്ചു. ആ കാഴ്ച കണ്ടതും വർക്കി ഒരു നിമിഷത്തേക്ക് തരിച്ചു നിന്നു പോയി. തൻ്റെ കയ്യിൽ നിന്നും തൻ്റെ തോക്ക് വഴുതി താഴേക്ക് പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. തോട്ടത്തിൽ നിന്നും കടുവ വലിച്ചിഴിച്ചു കൊണ്ടുപോയ തോംസന്റെ ശരീരം പാതിയും കാട്ടുചെളിയും ഉണങ്ങിയ ഇലകളും കൊണ്ട് മൂടിയ നിലയിലായിരുന്നു. നരഭോജിയായി തീർന്ന ആ മൃഗമുണ്ടല്ലോ, തൻ്റെ ഇരയെ ആരും കാണാതിരിക്കുവാൻ വേണ്ടി ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചതിൻ്റെ ലക്ഷണങ്ങളായിരുന്നു അത്. തോംസന്റെ കീറിപ്പറഞ്ഞ കുപ്പായത്തിൽ കട്ട പിടിച്ച ചോരയും വന്യമൃഗത്തിൻ്റെ ഉമിനീരും കലർന്ന് വികൃതമായിരുന്നു. കഷ്ടം, എത്ര നല്ല ചെറുപ്പക്കാരനായിരുന്നു. വർക്കിയുടെ ചുണ്ടുകൾ പതുക്കെ മന്ത്രിച്ചു. ഈ നാട്ടുംപുറത്തെ ഏറ്റവും കഠിനാധ്വാനിയായ ഒരു കർഷകൻ്റെ മകൻ. ഈ വന്യമായ കാട് അവനെ ഇങ്ങനെ ഇല്ലാതാക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. നമ്മൾ നേരത്തെ ദൂരെ കേട്ട ആളുകളുടെ ബഹളമുണ്ടല്ലോ, ഇപ്പോൾ ഏകദേശം അടുത്തായി തുടങ്ങി. കാപ്പിത്തോട്ടത്തിൻ്റെ ഇടവഴിയിലൂടെ ഉണങ്ങിയ ഇലകളും ചുള്ളിക്കമ്പുകളും വകഞ്ഞു മാറ്റി വലിയ ബാറ്റുകളും പിടിച്ചുകൊണ്ട് തീയും കത്തിച്ചുകൊണ്ട് ആ നാട്ടുകാർ ഓടിക്കിതച്ചുകൊണ്ട് വരികയാണ്. വർക്കിച്ചേട്ടാ, വർക്കിച്ചേട്ടാ! കൂട്ടത്തിൽ നിന്നും വർക്കിയുടെ അടുത്ത സുഹൃത്തായ നാണുവിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു. ഇങ്ങോട്ടേക്ക് പോരെ നാണു, അവൻ തീർന്നു. വർക്കി തൻ്റെ ശബ്ദം പരമാവധി ഉയർത്തി വിളിച്ചു പറഞ്ഞു. ആ ശബ്ദത്തിൽ ഒരു വലിയ യുദ്ധം ജയിച്ചതിൻ്റെ ആശ്വാസമല്ല, മറിച്ച് ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ കഴിയാത്തതിൻ്റെ കനത്ത വിഷാദമായിരുന്നു. ഉറ്റിക്കാടുകൾ വകഞ്ഞു മാറ്റി ആദ്യം എൻ്റെ അരികിലേക്ക് ഓടിയെത്തിയത് നാണുവായിരുന്നു. അയാൾക്കൊപ്പമുണ്ടായിരുന്നത് തോംസന്റെ അമ്മാവനായ മത്തായിയും. അവരുടെ കൈകളിലെ ആ ചൂട്ടിൻ്റെ വെളിച്ചമുണ്ടല്ലോ, ആ പ്രദേശമാകെ ഒരു ചുവന്ന പ്രഭാതം പരതി. ഓടിയെത്തിയ നാട്ടുകാർ ആദ്യം നോക്കിയത് നിലത്ത് കിടന്നിരുന്ന ആ ഭീകരമായ ആ കടുവയുടെ ശരീരത്തിലേക്കായിരുന്നു. എൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ കറുത്ത വരകൾ വ്യക്തമായി അവർക്ക് കാണുവാൻ കഴിഞ്ഞു. അതിൻ്റെ ശരീരം ഇപ്പോൾ നിശ്ചലമായി കിടക്കുന്നത് കണ്ടപ്പോൾ പലരുടെയും വായുവിൽ നിന്നും ഒരു കനത്ത നെടുവീർപ്പ് പുറത്തേക്ക് വന്നു. എൻ്റെ ദൈവങ്ങളെ, ഇവനാണോ അത്? മത്തായി തൻ്റെ കയ്യിലെ വടി നിലത്ത് കുത്തി ചത്ത് മലച്ച് കിടന്ന കടുവയുടെ അടുത്തേക്ക് പതുക്കെ നടന്ന് നീങ്ങി. അതെ, ഇവൻ തന്നെ.
ആ മുഖത്തെ പഴയ മുറിവ് കണ്ടോ? അതുകൊണ്ടാണ് ഇവൻ കാട്ടുമൃഗങ്ങളെ വിട്ട് മനുഷ്യനെ വേട്ടയാടാൻ ഇറങ്ങിയത്. വർക്കി തൻ്റെ തോക്കിൻ്റെ ബാരൽ താഴേക്ക് ചൂണ്ടി കാണിച്ചു കൊടുത്തു. നാട്ടുകാർ ഓരോരുത്തരായി ആ മൃഗത്തിന് ചുറ്റും കൂടി. ചിലർ അതിൻ്റെ വലിപ്പം കണ്ട് അത്ഭുതപ്പെട്ടു. മറ്റു ചിലർ ഭയം മാറാതെ മാറി നിന്നു. പക്ഷേ തൊട്ടപ്പുറത്ത് കിടന്നിരുന്ന തോംസന്റെ ശരീരം കണ്ടതോടെ അവിടെയാകെ വീണ്ടും ഒരു കനത്ത നിശബ്ദത പടർന്നു. മത്തായി ആ ശരീരത്തിന് അരികിലേക്ക് ഇരുന്നു. തലയിൽ കൈവച്ച് പതുക്കെ കരയാൻ തുടങ്ങി. ആ കാട്ടുപ്രദേശത്തിൻ്റെ വന്യമായ രാത്രിയിൽ ആ വിലാപം ഒരു നടുക്കമായി പടർന്നു പിടിച്ചു. വർക്കി പതുക്കെ തോക്ക് തൻ്റെ തോളിലേക്ക് എടുത്തു വെച്ചു. കാട്ടിലെ വേട്ട കഴിഞ്ഞു. പക്ഷേ മനുഷ്യൻ്റെ ഉള്ളിലെ ഭയം പൂർണ്ണമായി മാറാൻ ഇനിയും സമയമെടുക്കും. അവർ തോംസന്റെ ശരീരവും ആ നരഭോജിയുടെ ജഡവും തോട്ടത്തിൻ്റെ താഴെയുള്ള ഗ്രാമത്തിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മരക്കൊമ്പുകൾ മുറിച്ച് അതിൽ കടുവയുടെ കാലുകൾ കൂട്ടിക്കെട്ടി ചുമലിലേറ്റാൻ നാട്ടുകാർ തയ്യാറെടുത്തു. പക്ഷേ ഈ ബഹളങ്ങൾക്കിടയിലും വർക്കിയുടെ കണ്ണുകൾ ആ നിബിഡ വനത്തിൻ്റെ ഇരുണ്ട കൂണിലേക്ക് തന്നെയാണ് നീണ്ടത്. കാടിൻ്റെ വന്യതയിൽ ഒന്നിനെ ഇല്ലാതാക്കുമ്പോൾ മറ്റൊന്നിനെ അവിടെ ബാക്കി വയ്ക്കാറുണ്ട്. ഈ നരഭോജി തീർന്നുവെങ്കിലും ഈ വലിയ വനത്തിൽ ഇനിയും എത്രയോ രഹസ്യങ്ങൾ, വന്യതകൾ ഒളിച്ചിരിപ്പുണ്ടായിരിക്കും. നാട്ടുകാർ പുലിയുടെ ശരീരം ചുവന്നുകൊണ്ട് പതുക്കെ മലയിറങ്ങുവാൻ തുടങ്ങിയപ്പോൾ വർക്കി എല്ലാവർക്കും പിന്നിലായി പതിയെ നടക്കുവാൻ തുടങ്ങി. വനത്തിൻ്റെ അതിർത്തി കടക്കുമ്പോൾ അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇരുട്ടിൽ കട്ട പിടിച്ചു കിടക്കുന്ന ആ വയനാടൻ വന്യത ഇപ്പോൾ ഒരു മൗനസാക്ഷിയെപ്പോലെ അവരെ നോക്കി നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നി.